ഗാസയിൽ നിന്നും തെക്കൻ ഗാസയിലേക്ക് പലായനം ചെയ്ത കുടുംബങ്ങൾക്ക് സഹായവുമായ ഒരു മലയാളി യുവതി 250 കുടുംബങ്ങൾക്ക് 3000 ലിറ്ററിന്റെ പ്രൈവറ്റ് വാട്ടർ ട്രക്ക് എത്തിച്ച് മാതൃകയായിരിക്കുകയാണ് കൂട്ട് കമ്മിറ്റിയുടെ സ്ഥാപകയും കലാകാരിയുമായ ശ്രീരശ്മി. കേരളത്തിൽ നിന്നുള്ള രശ്മിക്ക് നന്ദി എന്ന് പറഞ്ഞുള്ള പോസ്റ്ററുകൾ പിടിച്ചാണ് സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള ഗാസൻ ജനത രശ്മിക്ക് നന്ദി അറിയിച്ചത്. തന്നെ സഹായിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞ രശ്മി ഗാസൻ ജനത തയ്യാറാക്കിയ വീഡിയോയും തന്റെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു. കുടിവെള്ളക്ഷാമം രൂക്ഷമായിരുന്ന ഘട്ടത്തിൽ പ്രൈവറ്റ് വാട്ടർ ട്രക്ക് എത്തിക്കുക എന്ന വഴി മാത്രമേ മുന്നിലുണ്ടായിരുന്നുള്ളൂ. പലസ്തീനു വേണ്ടി സ്നേഹം പകുത്തു നൽകുന്ന എല്ലാവർക്കും 1000 നന്ദി എന്നാണ് രശ്മി തന്റെ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്. ഞങ്ങൾക്കിത്തിരി കുടിവെള്ളം എത്തിക്കാനാകുമോ എന്നായിരുന്നു അവർ ചോദിച്ചത്. ഒരു തുള്ളി വെള്ളം ചോദിച്ചപ്പോൾ ഒരു പുഴ തന്നെ എത്തിക്കാൻ രശ്മിക്ക് സാധിച്ചു. ഇതിനോടകം തന്നാലാവുന്ന നിരവധി സഹായങ്ങൾ രശ്മി ഗാസയിലെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. ഗാസയിലെ 60ഓളം കുടുംബങ്ങൾക്ക് കുറച്ചു ദിവസത്തേക്കുള്ള ഭക്ഷണം കൊടുക്കാൻ സാധിച്ചു. 2-3 വാട്ടർ ട്രക്കുകൾ ഖാൻ യൂനിസിലേക്ക് എത്തിക്കാൻ സാധിച്ചു. എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്തു, നിങ്ങൾക്കും ചെയ്യാൻ പറ്റുന്നത് ചെയ്യൂ എന്നായിരുന്നു രശ്മി ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചത്. നിരവധി പേരാണ് രശ്മിയുടെ പോസ്റ്റ് കണ്ട് ഗാസൻ ജനതയ്ക്ക് സഹായമായി പണം അയക്കുന്നത്. എല്ലാത്തിൻ്റെയും വിവരങ്ങളും രശ്മി അക്കൗണ്ടിലൂടെ പങ്കുവയ്ക്കുന്നുണ്ട്. 2018 പ്രളയം മുതൽ ശ്രീരശ്മി സഹായ സന്നദ്ധ പ്രവർത്തനങ്ങളിൽ സജീവമാണ്. പുത്തുമലയിലും മുണ്ടക്കൈ ചൂരൽമല ദുരന്തമുണ്ടായപ്പോഴുമെല്ലാം രശ്മി സജീവമായി ഇടപെട്ടിരുന്നു. ചൂരൽമലയിൽ മൃതദേഹങ്ങൾ വൃത്തിയാക്കുന്നിടത്ത് ദിവസങ്ങളോളം ശ്രീരശ്മിയും ഉണ്ടായിരുന്നു. രശ്മിയുടെ ഈ പ്രയത്നത്തിൽ നിരവധി പേരാണ് ആശംസയും നന്ദിയും അറിയിച്ചെത്തിയത്.